നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് പ്രതിബന്ധങ്ങൾ ഇൻസർമൗണ്ടബിൾ എന്ന് നിങ്ങൾ വിചാരിക്കും. എനിക്ക് മറികടക്കാനൊക്കാത്തതാണ് ഈ പ്രതിബന്ധം എന്ന് ധരിച്ചു കളയരുത്. ടെൻസിംഗ് നോർഗെ എങ്ങനെയാണ് ഈ എവറസ്റ്റ് കൊണ്ട് കയറാൻ പഠിച്ചത്? അദ്ദേഹവും മുത്തച്ഛനും കൂടി രാവിലെ പല്ല് തേച്ചോണ്ടിരിക്കാൻ ഇല്ല കാണുന്ന ആ കൊടുമുടിയുടെ പേരെന്തുവാ? മുത്തപ്പൻ പറഞ്ഞോ, മോനെ അടുത്ത കാലത്ത് ഒരു സായി പോന്ന മലയെ സർവേ നടത്തി. ഇപ്പൊ അവന്റെ പേരിൽ അത് അറിയപ്പെടുന്ന മൗണ്ട് എവറസ്റ്റ്. ലോകമുണ്ടായതിനു ശേഷം ഇതുവരെ ഒരുത്തനും മലയുടെ മുകളിൽ ചെന്നിട്ടില്ല. കുട്ടി പലതേപ്പെല്ലാം കഴിഞ്ഞ് മുറ്റത്തോട്ട് വന്നു നിന്നിട്ട് മലയുടെ മുകളിലേക്ക് നോക്കി, ചോമോ ലുങ്മ വൺ ഡേ ഐ വിൽ ബി ഓൺ യുവർ ടോപ്പ്. എടാ ചോമോ ലുങ്മ, നിന്റെ ഉച്ചി ഞാൻ കയറിടാന്ന്. വലിയ പറഞ്ഞടാ, നീ ചത്തോടാ മല കയറാൻ പോയ മണ്ടച്ചാരെ. 10 വയസ്സുള്ള കുട്ടിയെ 24 വർഷം തുടർച്ചയായി പ്രയത്നിച്ചു. 34ാമത്തെ വയസ്സിൽ 1953 നവംബർ 22 ടെൻസിംഗ് നോർഗെയും ഹിലാരയും മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ചവിട്ടി നിന്ന്. മുത്തച്ഛനത് പറഞ്ഞ കാലത്ത് മല കയറാൻ പറ്റിയല്ല. കാര്യം ഒരു 14,000 അടി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ കിട്ടത്തില്ല, ശ്വാസം കിട്ടുകയില്ല. നിങ്ങൾ ലക്ഷ്യബോധം ഇടുമ്പോ നിങ്ങളുടെ മാതാപിതാക്കൾ പറയൂ, ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയാണോ? നാട്ടുകാർ ചോദിക്കും, എന്ത് പരിപാടിയാണിത് എന്ന് ചോദിക്കും. സംതിങ് മേ ബി ഇമ്പോസിബിൾ ടുഡേ, പക്ഷെ നാളെ ശാസ്ത്രം വളരുമ്പോൾ, ചരിത്രം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത് സാധ്യതപ്രായമാക്കി കൊണ്ടുവരാനായിട്ട് മോഡേൺ ഫെസിലിറ്റീസ് ഉണ്ട്. അത് തുറന്നു വരുമെന്ന് പ്രതീക്ഷിക്കുക.